ബിഗ് ബോസ് സീസൺ 7 മലയാളം അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് അടുക്കുമ്പോൾ ഇപ്പോൾ ബാക്കി നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ചെയ്യുന്ന സ്പെഷ്യൽ വീഡിയോസിൽ ആ എപ്പിസോഡ്സിൽ ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്നത് അക്ബറിനെ കുറിച്ചാണ്. മുൻപ് പല കണ്ടസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗെയിമർ ഓഫ് ദി ഷോ, എൻ്റർടൈനർ ഓഫ് ദി ഷോ, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്ബറിനെ കുറിച്ച് എന്താണ് പറയുക എന്ന് ആലോചിച്ചപ്പോൾ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ സോങ് ഉണ്ട്. അതിലൊരു വരി ഇങ്ങനെയാണ്: ഏകാന്തത താണ്ടി ജയിക്കാൻ ആരാവോ എന്നുള്ള ആ ചോദ്യം. അങ്ങനെ നോക്കുമ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലെ ഈ സീസണിലെ സർവൈവർ ഓഫ് ദി സീസൺ, അതാണ് അക്ബറിനെ നമുക്ക് വിളിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്നു. ഈ സീസണിലെ ദി ബെസ്റ്റ് സർവൈവർ, ഈ സീസണിലെ ഏറ്റവും ഗംഭീര എന്നല്ല, ഒരേ ഒരു നിമിഷകവി, ദ മാൻ ഓഫ് ഹിസ് വേർഡ്സ്, അക്ബർ ഖാൻ. ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് അക്ബറിനെ എല്ലാവരും അറിയുന്നത് ഒരു നല്ല ഗായകനായിട്ടാണ്. അതിമനോഹരമായി പാട്ടുകൾ പാടുന്ന, ഇപ്പോഴും അക്ബറിൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെയുള്ള പാട്ടുകളൊക്കെ ഇടുന്ന നോക്കി എന്ത് രസമാണ്. TV ചാനലിൽ റിയാലിറ്റി ഷോസിലൂടെയൊക്കെ അക്ബർ ഒരുപാട് പേർക്ക് പ്രിയങ്കരനാണ്. ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതിന് ശേഷവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വളരെ മനോഹരങ്ങളായിട്ടുള്ള നല്ലൊരു കലാകാരൻ എന്ന് പറയുമ്പോൾ നല്ലൊരു മനസ്സിനുടമയായിരിക്കും. ഒരുപാട് കുഞ്ഞു കുഞ്ഞു തമാശകളും രംഗങ്ങളും ഒക്കെ ആയിട്ട് അയാൾ അങ്ങനെ നമ്മളെ വളരെ ഹാപ്പി ആക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് ഹൗസിനകത്ത് അയാൾ ഒരുപാട് പാരഡികളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, തമാശകൾ നമ്മൾ ഈ പ്രതീക്ഷിച്ച പോലെ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കത്തിലെ കലമുടക്കുക എന്ന് പറയുന്ന പോലെ അക്ബർ ഖാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ വീഴ്ച, ഒരുപക്ഷെ നമുക്ക് ഒരു കാര്യം കൊണ്ടും ന്യായീകരിക്കാനാവാത്ത ഒരു വീഴ്ച, ഒരു മനുഷ്യനെ അയാളുടെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യത്തക്ക രീതിയിൽ അയാളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വെമ്പി നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് എടുത്തിട്ട് കൊടുക്കുന്നത് പോലെ അക്ബർ രേണുവിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി. സെപ്റ്റി ടാങ്ക് എന്നൊരു വിളി അയാൾ വിളിച്ചു. അതൊരു വലിയ തെറ്റാണ്. പക്ഷേ ആ തെറ്റ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിച്ചു, സഹമത്സരാർത്ഥികൾ ചൂണ്ടിക്കാണിച്ചു, ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ചു. ഈ സീസണിൽ ലാലേട്ടൻ്റെ ഒരു രൗദ്രഭാവം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ആ ഒരു വിഷയത്തിന് ശേഷം അക്ബറിനോടാണ്. അക്ബറിനോട് രേണുവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് രേണു മാപ്പ് പറയുന്നത് വരെ ഒരാഴ്ച അതിന് അക്ബറിന് സമയം കൊടുക്കുകയും ചെയ്തു. ആ ഒരാഴ്ച കൊണ്ട് അക്ബർ മാപ്പ് പറഞ്ഞു, രേണു മാപ്പ് സ്വീകരിച്ചു എന്നതിനെ ചുരുക്കി പറയാൻ പറ്റില്ല. അക്ബർ എന്ന് പറയുന്ന മനുഷ്യൻ അയാളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. അയാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊരു മനുഷ്യനെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു, താൻ അതിന് മാപ്പ് ചോദിക്കണം. ഒരു സ്ഥലത്ത് പോലും മാറിയിരുന്നിട്ട് പിന്നെ ഇതിൻ്റെ കയ്യിൽ നിന്നൊക്കെ മാപ്പ് വാങ്ങിക്കണമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗും അയാൾ പറഞ്ഞില്ല. അയാൾ പൂർണ്ണമായും തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും ഓപ്പോസിറ്റുള്ള ആൾക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്ത് അത് കൊടുക്കുകയും മാപ്പ് അപേക്ഷിച്ച് ആത്മാർത്ഥമായി പുറകെ നടക്കുകയും ചെയ്തു. രേണു അയാൾക്ക് മാപ്പ് കൊടുത്ത നിമിഷം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 7 മലയാളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രംഗമാണ്. അതിനുശേഷവും അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് മോശം പ്രയോഗങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്രയും മോശമായൊരു പ്രയോഗം അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് പാരഡി പാട്ടുകളിൽ ഉൾപ്പെടുത്തിയൊക്കെ ആണെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന പദങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെയൊക്കെയും മനസ്സ് തുറന്ന് മാപ്പ് പറയുന്ന അക്ബറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. തെറ്റുകൾ തിരുത്തുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അതൊരു മനുഷ്യനുണ്ടാകാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ പല വീഡിയോസിലും അക്ബറിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അക്ബറിൻ്റെ PR അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമൻറ്റുകളൊക്കെ വരാറുണ്ട്. എന്തുകൊണ്ട് അക്ബറിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ അയാളെ ചേർത്ത് നിർത്തുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. തെറ്റുകൾ ചെയ്തെടുത്തുനിന്ന് തിരുത്തപ്പെട്ട് കൺമുന്നിൽ കാണുന്ന തെറ്റുകൾ ചോദ്യം ചെയ്യുന്നൊരു മനുഷ്യൻ എന്ന നിലയിലേക്കുള്ള അക്ബറിൻ്റെ ഒരു മാറ്റം ഉണ്ടല്ലോ. അയാളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു, തിരുത്തി. ആ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തിയെന്ന് മാത്രമല്ല, തൻ്റെ കൺമുന്നിൽ കാണുന്ന ഓരോ തെറ്റുകളും എണ്ണിപ്പെറുക്കി അയാൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. നീതിയുടെ ന്യായത്തിൻ്റെ ഭാഗത്ത് അയാൾ നിന്നിട്ടുണ്ട്. നമുക്ക് ഫിസിക്കൽ അഗ്രഷൻ്റെ കാര്യം എടുത്ത് നോക്കാം. ബിഗ് ബോസ് സീസൺ 7 മലയാളം തുടങ്ങിയതിന് ശേഷം ആദ്യകാലങ്ങളിൽ മുഴുവൻ അത് തന്നെയായിരുന്നു. പിന്നീട് ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയത് ഷാനവാസൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോൾ പോലും തുടക്കകാലത്തെ ഫിസിക്കൽ അഗ്രഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിനെ നമ്മൾ എടുക്കുമ്പോൾ അക്ബറിൻ്റെ പേര് ഒന്നാം നിരയിൽ തന്നെയുണ്ട്. ഒരുപാട് വട്ടം അയാൾ വളരെ കർശനമായ വാണിങ്ങുകൾ ബിഗ് ബോസിൻ്റെ ഇന്ന് കിട്ടിയ സമയത്തും ഫിസിക്കൽ അഗ്രഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരുപാട് ആളുകൾ ചൂണ്ടിക്കാട്ടുകയും ലാലേട്ടൻ അടക്കം തിരുത്തി കൊടുക്കുകയും ചെയ്തൊരു സമയത്ത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി തിരുത്തുന്ന അക്ബറിനെ നമുക്ക് കാണാം. ഈ അടുത്ത കാലങ്ങളിൽ എവിടെയും ഒരു ഫിസിക്കൽ അഗ്രഷന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആക്രമണങ്ങളിൽ പോലും തിരിച്ച് അങ്ങനെ ഒരു ആക്രമണ സ്വഭാവം കാണിക്കാത്ത അക്ബറിനെയാണ് നമ്മൾ കാണുന്നത്. ആദില നൂറമാരുടെ കാര്യം എടുക്കും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരാൻ ദിയാസനയല്ലേ ഉള്ളൂ എന്ന അയാളുടെ ചോദ്യം, അത് ആദിലയും നൂറയും എത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്ന മൊമെൻറ്റിൽ ആ സ്പോട്ടിൽ അയാൾ ചെന്ന് മാപ്പ് പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റുകളൊക്കെ തിരുത്താൻ തയ്യാറാവുന്ന ഒരു മനുഷ്യനായി അക്ബറിൻ്റെ ഒരു മാറ്റമുണ്ട്. നമ്മൾ ബിഗ് ബോസ് സീസൺ തുടങ്ങുന്ന സമയത്തുള്ള അക്ബറിൽ നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന അക്ബറിലേക്കുള്ളൊരു വലിയ മാറ്റം. ആ മാറ്റത്തിനൊപ്പം നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത അയാളുടെ ക്യാരക്ടറിലെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് തൻ്റെ കൺമുന്നിൽ കാണുന്ന അനീതികളെ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത്. ജിസയിലും ആര്യനും
പുതപ്പിനടിയിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന സദാചാര ചോദ്യവുമുയർത്തി അനുമോളും അതിന് കുടപിടിക്കാൻ ആദില നൂറമാരും ജിഷിനും ഒക്കെ ബഹളം വെച്ച സമയത്ത് ഇത് കാണാനും കണ്ടു നിൽക്കാനും എനിക്ക് വയ്യ എന്ന് ആദ്യം ശബ്ദമുയർത്തുന്നയാൾ അക്ബറായിരുന്നു. ആ നീചകൃത്യം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. മനുഷ്യരെ ഇങ്ങനെ അപമാനിക്കുന്ന ആ നീചകൃത്യം കാണാൻ അയാൾ അവിടെ നിന്നില്ല. എനിക്കിത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് പോവുകയാണ് ചെയ്തത്. അനീഷും ശാരികയും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാവുകയും കള്ളു കുടിച്ച് രാത്രി വീട്ടിൽ കയറി വന്ന് ഭാര്യയെ തല്ലുന്ന ഒരു ഭർത്താവ് എന്ന് പറയുമ്പോൾ അത് ഭാര്യയ്ക്ക് സഹിക്കാൻ കുഴപ്പമില്ലെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരുന്ന അനീഷേട്ടനെതിരെ ആദ്യം ശബ്ദമുയർത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത് അക്ബറാണ്. അവിടെ ഓരോ ആളുകളെയും കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഇരയ്ക്കൊപ്പം നിൽക്കുന്ന അക്ബറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അനീഷേട്ടൻ തൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മറ്റൊരാൾ അപഹരിക്കുന്നത് കാണുമ്പോഴാണ് പ്രതികരിക്കുന്നതെങ്കിൽ അക്ബർ അയാൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ്, ഒറ്റപ്പെടലിൻ്റെ വേദന മനസ്സിലാക്കിയിട്ടാണ് കൂടെ നിൽക്കുന്നത്. ഏറ്റവും അവസാനം ഉണ്ടായ ഏറ്റവും സുന്ദരമായൊരു എക്സാമ്പിൾ പറയാം. അവിടെ ഔട്ടായി പോയ കണ്ടസ്റ്റൻസ് വന്ന് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് തിന്നാൻ നേരം മാത്രം ഇങ്ങോട്ട് വരുന്ന ഒരാൾ എന്ന രീതിയിൽ നെവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അമ്മാതിരി വർത്താനമൊന്നും ഇവിടെ വേണ്ട, അവനുണ്ടാക്കിയത് ഞങ്ങൾ തിന്നിട്ടുണ്ട് എന്ന് പറയാൻ അക്ബർ കാണിച്ച ആർജവമുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരനെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ, ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന മനുഷ്യനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കടന്നു വന്നതിന് ശേഷം അക്ബറിന് ആദ്യമായി ഉണ്ടാകുന്ന ഒരു സൗഹൃദം, അല്ലെങ്കിൽ അക്ബറിൻ്റെ ഏറ്റവും അവസാനം വരെയും നമ്മൾ കേൾക്കുന്ന ഏറ്റവും ലൗഡായിട്ടുള്ളൊരു സൗഹൃദം അപ്പാനി ശരത്തുമായിട്ടാണ്. അക്ബർ ഈ ഫിസിക്കൽ അഗ്രഷൻ കാണിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അക്ബറിനെതിരെ വരുമ്പോൾ മാത്രമല്ല, അപ്പാനി ശരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അക്ബർ. അപ്പാനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാലും അപ്പാനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാലും അവിടെയൊക്കെ ഏറ്റവും മുന്നിൽ ചെന്ന് നിൽക്കുന്ന ആളായിട്ടാണ് നമ്മൾ അക്ബറിനെ കാണുന്നത്. പക്ഷേ ഈ സൗഹൃദം ഉള്ളപ്പോൾ പോലും അവർ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാനിയും അക്ബറും തമ്മിൽ സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അക്ബർ തന്നെ അങ്ങോട്ട് പറയുന്നുണ്ട്, എടാ സൗഹൃദം വേറെ, നോമിനേഷൻ വേറെ, ഗെയിം വേറെ. ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ഘട്ടത്തിലോ നിനക്കെതിരെ ഗെയിം കളിക്കേണ്ടി വരുന്നൊരു ഘട്ടത്തിലോ ഞാൻ ഗെയിം കളിക്കും, നീയും ഗെയിം കളിച്ചോ. സൗഹൃദം വേറെ, ഗെയിം വേറെ എന്നവരവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ള എക്സാമ്പിൾ ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കാണുന്നുണ്ട്. നെവിൻ അക്ബറിനെ നോമിനേറ്റ് ചെയ്തു. അത് അക്ബറിന് മനസ്സിലായിട്ടുണ്ട്, എടാ എന്നാലും ഇത്രയും പേര് എന്നെ നോമിനേറ്റ് ചെയ്തില്ലടാ, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു, വേറെ ആരെങ്കിലും നോമിനേറ്റ് എന്ന് വെച്ചാൽ അത് ഏറ്റവും രസമായിട്ട് അതൊരു തമാശ രൂപേണ ചോദിക്കുകയും അതിനുശേഷവും ആളുകളെല്ലാവരും അക്ബറിനെ ഒറ്റപ്പെടുത്തുമ്പോൾ നെവിനൊപ്പം ഉണ്ടായിരുന്നു, നെവിനെ ഒറ്റക്കിട്ട് ആക്രമിക്കുമ്പോൾ അക്ബറും ഒപ്പം ഉണ്ടായിരുന്നു. അവർ തന്നെ ജയിലിൽ വെച്ച് പറയുന്ന പോലെ നിനക്കിവിടെ ഞാനും എനിക്കിവിടെ നീയോ ഉള്ളൂ കേട്ടോ ഒരു പരിധി വരെ എന്നവർ പറയുന്നത് ആ സൗഹൃദം മുന്നിൽ വെച്ചിട്ടാണ്. പക്ഷേ ഗെയിം വേറെയാണ്. അങ്ങനെ സൗഹൃദത്തോടെയും നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാം എന്ന് ലാലേട്ടം പറയുന്നതിന് ജീവിക്കുന്ന എക്സാമ്പിളായി മാറിയിട്ടുള്ള ഒരാളാണ് അക്ബർ. ഒരു പരിധി വരെ നമ്മളും വിചാരിക്കുന്നത് അപ്പാനി ശരത്ത് എവിക്റ്റായി പോയത് അക്ബറിന് നന്നായി എന്നാണ്. കാരണം ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവരുടെ മാത്രമായിട്ടുള്ള ചർച്ചകളും ഇവരിൽ ഒരാൾക്ക് വേണ്ടി മറ്റേയാൾ ബഹളം വെച്ച് തുടങ്ങുന്നു എന്നുള്ള രീതിയിൽ കുറേ അഗ്രഷനും കാര്യങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പാനി ഔട്ടായി കഴിഞ്ഞപ്പോൾ അക്ബറിനെ ടാർഗറ്റ് ചെയ്തിരുന്ന ആളുകൾ ഇവിടെ മുതൽ അക്ബർ എന്ന് പറയുന്നതിനേക്കാൾ അക്ബറെ ടാർഗറ്റ് ചെയ്ത ആളെന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവുക. അങ്ങനെ അക്ബറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകളാണ് നടന്നത്. ആക്ച്വലി അയാൾ ഒറ്റപ്പെട്ടു പോയി. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എവിക്റ്റായി പോവുകയും ചെയ്തു. ബാക്കിയുള്ളവർ അയാളെ തളർത്താൻ വേണ്ടി, അയാളിലെ ഗെയിമറെ തളർത്താൻ വേണ്ടി അയാളെ ഒറ്റയ്ക്കാക്കാൻ ശ്രമിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അയാളെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെ അയാൾ പ്രതിരോധിക്കുകയും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമാവുകയും ചെയ്തപ്പോൾ അക്ബർ എന്ന് പറയുന്ന മത്സരാർത്ഥി കൂടുതൽ വിസിബിളായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തി. നമ്മളൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ അക്ബറിനെ സംബന്ധിച്ച് അക്ബറിൻ്റെ കയ്യിൽ കാര്യമായ ഗെയിമുകളൊന്നുമില്ല. അയാൾക്ക് ടാസ്ക് ലെറ്ററൊക്കെ വായിക്കുമ്പോൾ കൃത്യമായ ക്ലൂ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഓരോ ഗെയിമിലും ഓരോ ആൾക്കാരും ചെയ്യുന്നത് എന്തിനാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. ഇപ്പോൾ നൂദില ഫാക്ടറിയൊക്കെ ആ ടാസ്ക് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു നൂറയ്ക്ക് കൊടുക്കാനിരുന്ന ബെനിഫിറ്റുകൾ, ഞങ്ങളിതൊക്കെ ആദ്യം പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ അക്ബർ പറയുന്ന സമയത്ത് അക്ബറിന് അറിയാം, അക്ബറിന് ഗെയിമിനെയൊക്കെ വിലയിരുത്താനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. പക്ഷേ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഒരു മൈൻ ഗെയിമായി ബിഗ് ബോസ് ഹൗസിനെ നോക്കി കാണുമ്പോൾ ഇവിടെ അക്ബറിൻ്റെ ആസ് എ ഗെയിമർ കോൺട്രിബ്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, നമ്മളൊരു ഗെയിമറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെവലുണ്ടല്ലോ, ആ ലെവലിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. പക്ഷേ ഇതൊരു സർവൈവൽ ഷോയാണ് എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ ഇവിടുത്തെ നമ്പർ 1 സർവൈവർ അത് അക്ബർ തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ആളുകളെല്ലാവരും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ടാസ്കുകളിലൊന്നും ഇവന് വിസിബിലിറ്റി വരാൻ പാടില്ല, ഇവനുമായി സംസാരിക്കുന്ന അവസരങ്ങൾ ഒഴിവാക്കണം, ഒരാൾ വന്നിരിക്കുമ്പോൾ കസേര തിരിച്ചിട്ട് വർത്താനം പറയുന്ന ആ നിലയിലേക്ക് അക്ബറിനെ ഒറ്റപ്പെടുത്തുന്ന സ്ട്രാറ്റജിയാണ് അവിടെ പലരും എടുത്തിരുന്നത്. അതും ഏറ്റവും മോശം വാക്കുകൾ ഉപയോഗിച്ച് അയാളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട്. കുളിക്കാത്ത ആളാണ്, നാറിയിട്ട് പാടില്ല, നോട്ടം ശരിയല്ല,
ബസ്സിൽ ആണുങ്ങളൊക്കെ ബാക്കിൽ നിൽക്കുന്ന പോലെയാണ് അക്ബർ നിൽക്കുന്നത് എന്ന് തുടങ്ങി ഒരാൾക്കെതിരെ ഉന്നയിക്കാവുന്ന, അയാളുടെ ക്യാരക്ടർ അസാസിനേഷന് ഉപയോഗിക്കാവുന്ന ഏറ്റവും മോശം കാര്യങ്ങൾ അയാൾക്കെതിരെ പറഞ്ഞ് പരത്തി. അത്രയും വൃത്തികെട്ട ആരോപണങ്ങൾ അയാൾക്കെതിരെ മെനഞ്ഞുണ്ടാക്കിയ ആൾക്കാർ പിന്നീട് പറയുന്നത് ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായി അന്നേരത്തെ ദേഷ്യത്തിന് ചെയ്തു പോയി എന്നൊക്കെയാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഉണ്ടാകാവുന്ന പരമാവധി ഡാമേജും ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ അവിടെ ഉണ്ടായി കഴിഞ്ഞു. ആര്യന് അക്ബർ താങ്ക്സ് പറയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട് 95ാമത്തെ ദിവസം. അതിൽ ആര്യനെ കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ എന്നെ മനഃപൂർവ്വം ഒറ്റപ്പെടുത്താൻ ഇവിടെ ശ്രമങ്ങളുണ്ടായപ്പോഴും എന്നെ ചേർത്ത് നിർത്തിയ ആളാണെന്നാണ് പറയുന്നത്. അക്ബറിനെ എത്രത്തോളം മോശമായി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അക്ബറിന് മനസ്സിലായിട്ടുണ്ട്. അതെന്തൊരു പെയിനാണ്. ഒരു മനുഷ്യൻ ഒറ്റപ്പെടുകയാണ്, തളർത്തപ്പെടുകയാണ്. അക്ബർ ഏറ്റവും പെയിൻഫുള്ളായിട്ട് പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്, എടാ ഞാൻ വന്നിരിക്കുമ്പോഴേക്കും എല്ലാവരും എണീറ്റ് പോകണടാ, എൻ്റെ കൂടെ ആരും ഇരിക്കണല്ലോ, എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ കടന്നു പോകുന്നൊരു പെയിനുണ്ട്. നമ്മൾ അക്ബറിനെ ബിഗ് ബോസ് ഹൗസിന് മുമ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അയാളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഫൈലിലെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോഴും ഒരു കൂട്ടത്തിന് നടുവിലിരിക്കുന്ന ആളാണ്. കൂട്ടത്തിൽ ഏറ്റവും സന്തോഷം പങ്കുവെക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരിലേക്കും സന്തോഷം പ്രസരിപ്പിക്കുന്ന, പരത്തുന്ന ഒരാളായിട്ടാണ് നമ്മൾ അക്ബറിനെ കാണുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് എടുക്കും, ഒരു 4-5 പേരടങ്ങുന്ന നമ്മുടെ ഒരു ചെറിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എല്ലാ കാര്യങ്ങളിലും ഒരു നർമ്മരസം കണ്ടെത്തുകയും കുഞ്ഞു കുഞ്ഞു തമാശകൾ പറഞ്ഞ് കൂട്ടത്തിൽ ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പോലും അയാളെയും ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് കിണഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ടാവില്ലേ ഒരു ഗ്യാങ്ങിൽ. ആ കൂട്ടുകാരനായിട്ടാണ്, ആ ക്യാരക്ടറായിട്ടാണ് അക്ബറിനെ നമ്മൾ പുറത്ത് എല്ലായിടത്തും കാണുന്നത്. അങ്ങനെ ഒരാൾ, ഒരു ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരൊപ്പം നിൽക്കുന്ന ഒരാൾ ബിഗ് ബോസ് ഹൗസിനകത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അയാളുടെ അടുത്ത് നിന്ന് എണീറ്റ് പോവാണ്. അയാൾക്ക് കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അയാൾ എന്ത് മഹാഭാവമാണ്, എന്ത് മഹാപരാധമാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എപ്പോഴും പൊതിഞ്ഞു പിടിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. നമ്മൾ ഈ 95ാമത്തെ ദിവസം അവസാന ഭാഗമാകുമ്പോഴേക്കും ആദില എവിക്റ്റ് ആകുമ്പോൾ നൂറയുടെ ഒരു സങ്കടമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതെന്ന് പറയുന്ന. ബിഗ് ബോസ് ഹൗസിൽ വന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. അവരുടെ പാർട്ട്ണർ അടക്കമുള്ള ഒരുപാട് ആളുകളെ മാറ്റി നിർത്തി ഒറ്റയ്ക്കാണ് അവർ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നിട്ടുള്ളത്. ആക്ച്വലി നൂറ ആദ്യമായി ബിഗ് ബോസ് കളിക്കാൻ തുടങ്ങുന്നത് ഇന്നലെ വൈകുന്നേരമാണെന്ന് പോലും പറയാൻ തോന്നിപ്പോയി. അവരപ്പോഴാണ് ഈ ഒറ്റപ്പെടലിൻ്റെ വിഷമം മനസ്സിലാവുന്നത്. അങ്ങനെ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് വന്ന് ചേർന്നിട്ടുള്ള 10-20 ആളുകൾ, അതിലൊരാളെ ബാക്കി എല്ലാവരും ചേർന്ന് വീണ്ടും ഒറ്റപ്പെടുത്തുകയാണ്. അവിടെ ആ മനുഷ്യൻ കടന്നു പോകുന്ന പെയിൻ എത്രത്തോളമായിരിക്കും. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, അക്ബറിൻ്റെ ഗെയിം നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ല എന്നുള്ളത്. നിങ്ങൾ ഇൻഡിവിജ്വൽ ഗെയിമുകൾ എടുത്ത് നോക്കുക, അതായത് ഒറ്റയ്ക്ക് ഫിസിക്കലി നമ്മൾ എക്സേർട്ട് ചെയ്യേണ്ട അങ്ങനത്തെ ഗെയിമുകൾ എടുത്ത് നോക്കുക. അക്ബർ വളരെ ഗംഭീരമായിട്ട് അതിൽ എഫേർട്ട് ഇടുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഗ്രൂപ്പായി കളിക്കേണ്ട, അല്ലെങ്കിൽ ഒരുപാട് പേർ ഒരുമിച്ച് നമ്മൾ ഫിസിക്കലി കോണ്ടാക്റ്റ് വരുന്നത് പോലത്തെ ഒരു ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ഈ മനുഷ്യന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് കുത്തിയിരുന്ന് വട്ടം കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ആളുകൾ കളി തുടങ്ങുന്നത് തന്നെ. അതിനുശേഷം അയാൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരിക്കാൻ അയാളെ മാക്സിമം അവോയ്ഡ് ചെയ്യുകയും അതിൻ്റെ കൂടെ വുമൺ കാർഡ് ഇറക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ബസ്സിലൊക്കെ ആണുങ്ങൾ നിൽക്കുന്നത് പോലെ എന്ന് പറയുന്നത് എല്ലാവരും അടുത്തടുത്ത് നിന്ന് കളിക്കേണ്ട ഒരു ഗെയിമിനിടയിൽ വെച്ചിട്ടാണ്. ഇത്തരം ആരോപണങ്ങൾ കോൺസ്റ്റൻ്റ്ലി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് അയാൾക്ക് സ്വയം തോന്നിപ്പോവില്ലേ, ഞാനായിട്ട് ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന്. എന്നിട്ടും അയാൾ ഗെയിം കളിക്കാൻ ശ്രമിച്ചു. അയാളിലെ ഗെയിമറെ തളർത്തുന്നത് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രശ്നം കൊണ്ടല്ല. അയാൾ നല്ല കണ്ടസ്റ്റൻസിനെ അർഹിക്കുന്നുണ്ടായിരുന്നു. അത്രയും മോശപ്പെട്ട കണ്ടസ്റ്റൻസിനോടൊപ്പം നിന്നാണ് അയാൾ ഈ ഗെയിം കളിക്കേണ്ടി വന്നത്. അയാളിലെ ഗെയിമർ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഉയരുന്നില്ല എന്ന് പറയുമ്പോൾ ഉയർത്താതിരിക്കാൻ വേണ്ടി ഏറ്റവും മോശം സ്ട്രാറ്റജികൾ ഉപയോഗിക്കുന്ന കണ്ടസ്റ്റൻസ് ആണ് അയാൾക്കൊപ്പം ഉള്ളത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ആരോപണമാണ് അക്ബറിന് വൈറ്റ് വാഷ് ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെങ്കിൽ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എപ്പിസോഡാണ്. ലാലേട്ടൻ അക്ബറിനോട് ചോദ്യങ്ങൾ ചോദിച്ചു, ബിഗ് ബോസ് സംസാരിക്കാൻ അവസരം കൊടുത്തു. അക്ബറിൻ്റെ ഒരു വലിയ ക്വാളിറ്റി അല്ലെങ്കിൽ വലിയൊരു കഴിവെന്ന് പറയുന്നത് നന്നായി സംസാരിക്കാൻ, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവാണ്. ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ എല്ലാവർക്കും വീക്കെൻഡ് എപ്പിസോഡിൽ ഓരോ വിഷയത്തെക്കുറിച്ചും സംസാരിക്കാൻ നിങ്ങൾ പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ച് അവസരം കിട്ടുന്ന മുറയ്ക്ക് പല ആളുകളും എണീറ്റ് നിന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നുണ പറയുകയാണെന്നുള്ളത് കൊണ്ട് മാത്രം വാക്കുകൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ എന്തെങ്കിലുമൊക്കെ ക്യൂട്ട്നെസ് ഇട്ട് മെഴുകി പോകുന്ന ആളുകളെയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. അല്ലെങ്കിൽ നുണ പറഞ്ഞ ആളുകളുടെ നുണകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതാണ്
നമ്മൾ കാണുന്നത്. അക്ബറിന് സംസാരിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അയാളുടെ ഭാഗത്തുള്ളത് ന്യായമായതുകൊണ്ട് അയാൾക്ക് വിറയ്ക്കാതെ സെൻറ്റൻസ് ഒക്കെ കൃത്യമായി കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അക്ബറിൻ്റെ ഭാഗത്തുള്ള ന്യായം എന്താണ് എന്ന് പറയാൻ അവസരം കൊടുത്താൽ അക്ബറിന് അത് വ്യക്തമായി പറഞ്ഞു വെക്കാനുള്ള കഴിവുണ്ട്. കാരണം അയാളുടെ ഉള്ളിൽ കള്ളമില്ല. അയാൾ അന്നേരം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കഥ വെച്ചല്ല അയാൾ ഈ സംസാരിക്കുന്നത്, അയാളുടെ ഉള്ളിലെ ഫാക്റ്റ് വെച്ചിട്ടാണ്. ബാക്കിയുള്ളവരുടെ അവസ്ഥ അതല്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും, അയ്യോ അവരൊന്നും പറഞ്ഞില്ല, ഇവനെല്ലാം പറഞ്ഞു, അപ്പോൾ ഇവനെ വൈറ്റ് വാഷ് ചെയ്തു എന്നുള്ളത്. അതൊരു മനുഷ്യൻ്റെ കഴിവാടോ? ഒരുപാട് കാലത്തെ പ്രയത്നം കൊണ്ട് അയാൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സത്യസന്ധതയുടെ റിഫ്ലക്ഷൻ കൂടിയാണ്. മാത്രമല്ല അയാൾക്കാകെ സംസാരിക്കാൻ അവസരം കിട്ടുന്ന ബാക്കി എല്ലാവരും വൃത്തികേടുകളും അതുപോലെ തന്നെ വീട്ടുകാരെ പറയലും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അക്ബർ പറയുന്നത് ജനങ്ങൾക്കും കൂടി കേൾക്കാൻ പാകത്തിന് അക്ബറിന് സംസാരിക്കാൻ അവസരം കിട്ടുന്ന ഏക സ്ഥലം വീക്കെൻഡ് എപ്പിസോഡ്സിൽ ലാലേട്ടൻ അവസരം കൊടുക്കുമ്പോൾ മാത്രമാണ്. ഇനി അക്ബർ പറയുന്ന കാര്യങ്ങൾ പുറത്ത് വളച്ചൊടിച്ച് വികൃതമാക്കാൻ കാത്തിരിക്കുന്ന PR ഏജൻസികളുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ അക്ബറിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറഞ്ഞേ പറ്റൂ. ആ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് മാത്രമല്ല, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, മോശം ആരോപണങ്ങൾ ഉന്നയിച്ച്, തെറിവാക്കുകൾ പറഞ്ഞ് ഒരു കുടുംബത്തിനെ, അവരുടെ മാനസിക ആരോഗ്യത്തെ മൊത്തം തകർത്തെറിയാൻ ശ്രമിക്കുന്ന ആളുകൾ പുറത്തുമുണ്ട്. അവരയാളുടെ കുടുംബത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അക്ബർ ഖാൻ്റെ വൈഫിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അവർ ഓരോ ദിവസങ്ങളിലും ആ ഗെയിമിനെ കുറിച്ചുള്ള അവരുടെ ഒരു അനാലിസിസ് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ വീഡിയോസിൽ ഒരു സ്ഥലത്ത് പോലും അക്ബറിനെതിരെ കളിക്കുന്ന ഒരാൾക്കെതിരെയും മോശമായി ഒരു വാക്ക് പോലും പറയുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അക്ബറിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യത്തിലും അതിലും അവരൊരു കുറവും വരുത്തിയിട്ടില്ല. അക്ബർ ഓരോ മിസ്റ്റേക്ക് കാണിക്കുമ്പോഴും ഇന്ന മിസ്റ്റേക്കുകൾ അക്ബറിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി, രണ്ട് കൂട്ടർ ഇത് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു എന്ന് കൃത്യമായി എണ്ണിപ്പെറുക്കി പറയുന്ന ഒരാളാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുന്ന ആളാണ് അക്ബർ. അക്ബറിന് ഇപ്പോൾ ഈ അവസാന എപ്പിസോഡുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയാനും താങ്ക്സ് പറയാനും ഒക്കെ അവസരം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മുമ്പേ തന്നെ അക്ബർ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് പുറത്ത് എല്ലാവരോടും ഉള്ളു തുറന്ന് മാപ്പ് പറയാൻ അവർ മനസ്സ് കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അവർ ബിഗ് ബോസ് ഹൗസിനെ അകത്തേക്ക് കടന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഫാമിലി വീക്കിൽ അക്ബർ ഖാൻ്റെ വൈഫും ഉമ്മയും ഒക്കെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അക്ബറിനെ ഏറ്റവും അധികം ബുള്ളി ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ടുള്ള, പുറത്ത് അവർ നേരിടുന്ന ഈ സൈബർ ബുള്ളിങ്ങിന് കാരണമാകത്തക്ക രീതിയിൽ എല്ലാ മരുന്നും ഇട്ടുകൊടുക്കുന്ന അനുമോളുടെ അടുത്ത് ഏറ്റവും നന്നായാണ് അവർ പെരുമാറിയത്. അനുമോൾ അക്ബറിനോട് പറഞ്ഞത് നിൻ്റെ കല്യാണം മുടങ്ങും, നിൻ്റെ പെണ്ണ് നിന്നെ ഉപേക്ഷിച്ച് പോകും എന്ന് തുടങ്ങി ഇത്രയും മോശമായ കാര്യങ്ങൾ പറഞ്ഞിട്ടും അനുമോൾക്ക് ക്ഷയിക്കാൻ്റെ കൊടുത്ത് ഏറ്റവും നല്ല ഭാഷയിൽ അവിടെ സംസാരിക്കുകയാണ് അവർ ചെയ്തത്. അതിലൂടെ അവർ അനുമോൾക്ക് കൊടുത്ത ഒരു മെസ്സേജ്, നീ എൻ്റെ ഇക്കുനെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഞാൻ ഈ മനുഷ്യൻ്റെ ഒപ്പം നിൽക്കും, വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ്. അക്ബറിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിരിക്കും. ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അക്ബർ ചേർത്ത് പിടിച്ച ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ അടക്കം. അവരെല്ലാവരും ഈ ഒരു ഘട്ടത്തിലും അക്ബറിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതും ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നേരിടാൻ സാധ്യതയുള്ള സൈബർ ബുള്ളിങ്ങിനെ അവർക്ക് ഒരുമിച്ച് അതിജീവിക്കാൻ പറ്റുമെന്നുള്ളതും നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാം. അവർക്ക് അതിനുള്ള എല്ലാ കരുത്തും ഉണ്ടാവട്ടെ. ഇന്നലെ രാത്രി അവർ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, അവരുടെ കുടുംബാംഗങ്ങളെ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ നടക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച്. ആ വീഡിയോയുടെ താഴെ പോലും അവരെ വീണ്ടും കുറ്റപ്പെടുത്തുന്ന കമൻറ്റുകളാണ് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പണത്തിൻ്റെ പുറത്ത് നടക്കുന്ന, ആർത്തിയുടെ പുറത്ത് നടക്കുന്ന, വിവരമില്ലായ്മയുടെയും ക്രൂരമായ സന്തോഷങ്ങൾക്ക് വേണ്ടിയൊക്കെ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് തിരിച്ചറിയാനും അതിനെ അർഹിക്കുന്നതിലും അവജ്ഞയോടുകൂടി പുച്ഛിച്ച് കളയാനും അവർക്ക് സാധിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിനകത്തും പുറത്തും അക്ബർ ഒരു സർവൈവറാണ്. പക്ഷേ ഈ സർവൈവർ ഒരിക്കൽ പോലും തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച്, ജീവിത പ്രാരാബ്ദങ്ങളെക്കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവിടെയുള്ള ഒരാളെ പോലും കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം അക്ബറും നെവിനും ജയിലിൽ കിടന്ന ദിവസമാണ്. ആ സമയത്ത് നെവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, നെവിൻ പണം വേണ്ടേ ജീവിക്കാൻ, എനിക്കിനി എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, എനിക്കിത് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക എന്നൊക്കെ പറഞ്ഞ് നെവിൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ നെവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അക്ബർ പറഞ്ഞത്, എടാ 3 പ്രാവശ്യം എൻ്റെ വീടിൻ്റെ ജപ്തി ഞാൻ നേരിട്ടിട്ടുണ്ട്, നിനക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും അതാ, നിനക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് നീ സക്സസ് ആവും എന്നുള്ള ഉറപ്പ് കൊടുക്കുന്നത്. അതിനുവേണ്ടി മാത്രമേ അയാളുടെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ പറഞ്ഞിട്ടുള്ളൂ. അയാൾ കടന്നുപോയിട്ടുള്ള ഓരോ സാഹചര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോഴും അതൊന്നും ഞാൻ സങ്കടപ്പെട്ട് വന്ന ആളാണേ, കഷ്ടപ്പെട്ട് വന്ന ആളാണേ, അതുകൊണ്ട് എനിക്ക് വോട്ട് തരണേ എന്ന് പറഞ്ഞ് കണ്ണ് നിറയ്ക്കുന്ന ഒരു സീൻ പോലും അക്ബറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സ്വന്തം സ്ട്രഗിൾ പോലും അവനവനും ബാക്കിയുള്ളവർക്കും പ്രചോദനമാകട്ടെ എന്ന് അക്ബർ വിചാരിച്ചിട്ടുള്ളൂ. അത് മറ്റൊരാളുടെ സ്ട്രഗിളിനെ കുറച്ച് കാണിക്കാനോ താറടിച്ച് കാണിക്കാനോ അയാൾ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അയാളുടെ ഫ്രണ്ട്ഷിപ്പുകളിലെ ജെനുവിനിറ്റി കാണാൻ പറ്റും. അപ്പാനി ചരത്ത് തിരിച്ചു വന്ന് അക്ബറിൻ്റെ അടുത്ത് നിന്ന് മാറിയിരുന്നിട്ടില്ല, അക്ബറിൻ്റെ കൂടെ തന്നെയാണ് ഇരുന്നത്. അക്ബർ അതിനകത്ത് കാണിച്ചു കൂട്ടിയത്
അക്ബറും ശരത്തും എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് എന്നെല്ലാം പുറത്തിറങ്ങി അപ്പാനി ശരത്ത് കണ്ടിട്ടുള്ളതാണ്. അതിനെ ഏതൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അപ്പാനി കണ്ടിട്ടുണ്ടാകും. പക്ഷെ തിരിച്ചു കയറി അക്ബറിൻ്റെ അടുത്ത് നിന്ന് അപ്പാനി മാറിയിട്ടില്ല. അത് അയാൾ കൊടുത്ത സൗഹൃദത്തിൻ്റെ റിഫ്ലക്ഷനാണ്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ചിലരൊക്കെ തിരിച്ചകത്തേക്ക് കയറി വന്നപ്പോൾ നീ എനിക്കുണ്ടാക്കിയ ഡാമേജ് കാരണം ഞാനും എൻ്റെ കുടുംബവും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിലപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പാനി ഒരിക്കലും അക്ബർ കൊടുത്ത സൗഹൃദം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് വരുമ്പോൾ ആര്യനും അക്ബറും നെവിനും തമ്മിലുള്ള സൗഹൃദം പ്രേക്ഷകർ സെലിബ്രേറ്റ് ചെയ്തതാണ്. തിരിച്ചു വന്ന് കയറുമ്പോഴും അക്ബറിനോട് ആര്യന് കാണിക്കാനുള്ളതും ആ സ്നേഹമാണ്. ആര്യനും ജിസയിലും ആസ് ഹ്യൂമൻ ബീങ്സ് ഏറ്റവും മോശം അവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്ത്, അവരെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചിരുന്ന സമയത്ത് അക്ബർ ഒപ്പം ഉണ്ടായിരുന്നു. അക്ബർ ഇപ്പോഴും അവരുടെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ അവരിപ്പോഴും അക്ബറിനൊപ്പമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സദാചാര പുഴുക്കുത്തുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു പുരോഗമന സമൂഹത്തിൽ തിരുത്തപ്പെടാൻ തയ്യാറാവുന്ന ഒരു മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, എങ്ങനെയാണ് അയാൾ പ്രതികരിക്കുന്നത് എന്നൊക്കെ കാണിക്കുന്ന അക്ബർ എന്ന ഉദാഹരണം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രേക്ഷകൻ്റെയും ആശ്വാസമാണ്, ഒരു വലിയ പ്രതീക്ഷയാണത്. ആൻഡ് അക്ബറിൻ്റെ പാരഡി ഗാനങ്ങൾ, അക്ബർ ആസ് ആൻ എൻ്റർടൈനർ എത്രയോ രസമുള്ള പാട്ടുകൾ അയാൾ ഉണ്ടാക്കി. ആ പാട്ടുകൾ പുറത്തെത്രമാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. ഈവൻ അകത്തും ലാലേട്ടനൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്ത് കേൾക്കുകയാണ്. പക്ഷേ ആ പാട്ടുകളിലെ വരികളെ ഉപയോഗിച്ചുകൊണ്ട് അയാളെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്നവരോട് ലാലേട്ടനും പറഞ്ഞത് ഇതൊരു കാരിക്കേച്ചർ സ്വഭാവത്തിൽ ചെയ്യുന്നതാണ്, ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്. പാരഡി ഗാനങ്ങൾ അങ്ങനെയാണ്. ഏതെങ്കിലുമൊക്കെ പഴയ പാരഡി പാട്ടുകൾ എടുത്തു വെച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളെ കരിവാരി തേച്ച് ഇവരെ വെറുക്കണം എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ അന്നാരും നടത്തിയിട്ടില്ല, പക്ഷേ ഇന്ന് നടത്തുന്നുണ്ട്. അക്ബർ പാടിയിട്ടുള്ള പാരഡി പാട്ടുകളിലെ കാരിക്കേച്ചർ ഇമേജ് ഒരാളെ താറടിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞ് അതിനെ വളച്ചൊടിക്കുന്ന ആളുകളെ നമുക്ക് ഇന്ന് കാണാൻ പറ്റും. അത് ചെയ്യരുതെന്ന് മലയാളത്തിൻ്റെ മോഹൻലാലാടോ വിളിച്ച് പറഞ്ഞത്. അതും പോരാഞ്ഞ് അക്ബർ തന്നെ പറഞ്ഞിരിക്കുന്നത്, അക്ബറിനോട് ഈ പാരഡി പാട്ടുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ അത് ഇവിടെ കഴിഞ്ഞു, അത് ഇവിടത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ഇത് ഇവിടെ കഴിഞ്ഞു, പുറത്തിറങ്ങിയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യില്ല എന്നൊരു തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നാണ്. ഇതൊരു ഗെയിമാണ്, ഒരു എൻ്റർടൈൻഡ് ആയി കാണേണ്ട ഒരു ഗെയിമാണ്. അവിടെ തൻ്റേതായ എൻ്റർടൈൻമെൻറ്റ് കോൺട്രിബ്യൂഷൻ അയാൾ നൽകുന്നത് അയാളുടെ സംഗീതത്തിലൂടെയാണ്. അത് ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കുന്നുണ്ട്. ഈ അവസാന നാളുകളിൽ ഇനി മണിക്കൂറുകൾ കൂടിയേ ബാക്കിയുള്ളൂ. ഈ അവസാന നിമിഷങ്ങളിൽ അക്ബർ അവിടെ നിൽക്കുന്നതും നീതി നിഷേധിക്കപ്പെട്ട ഒരാളായിട്ടാണ്. അയാൾക്കെതിരെ നടന്ന ഏറ്റവും നീചമായ പ്ലാനിങ്ങുകളിലൊന്ന് അത് ആദില വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അക്ബർ അത് അറിഞ്ഞു, പക്ഷേ ആദിൽ അത് ചോദ്യം ചെയ്തിട്ടില്ല. ആ വിഷയത്തിൽ അക്ബറിന് ഇന്നും നീതി കിട്ടിയിട്ടില്ല. വീണ്ടും ഏറ്റവും മോശം സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ഒറ്റപ്പെടുത്തലിലേക്ക് തള്ളിവിടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് അയാൾ അവിടെ നിൽക്കുന്നത്. ഒരാശ്വാസം അവിടെ നെവിൻ ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തിറങ്ങിയിട്ട് PR ടീമിനോട് പറയണം അക്ബറിനെ കരിവാരി തേക്കാൻ വേണ്ടി, അതിനെതിരെയുള്ള പരിപാടികൾ എന്ന് വെച്ചാൽ അക്ബറിനെ കരിവാരി തേക്കാനുള്ള നടപടികൾ നടക്കണമെന്നാണ്. ആ മെസ്സേജ് പുറത്തെത്തിക്കാൻ ആ ആഴ്ച ആദില എവിക്റ്റായി പോയിട്ടില്ലായിരുന്നു. പക്ഷേ മെസ്സേജ് ഇവിടെ റിസീവ് ആയിട്ടുണ്ട്. അത് പല രീതിയിൽ അനുമോൾ അവതരിപ്പിച്ചല്ലോ. അതിൻ്റെ കരിവാരി തേക്കലുകൾ ഇവിടെ നടക്കുകയും ചെയ്തു. പക്ഷേ ദൃക്സാക്ഷിയായ ആദില വന്ന് അക്ബറിനോട് ഈ കാര്യം പറഞ്ഞിട്ടും അക്ബറിന് ഇത് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനെന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ആദില കാലുമാറി. ബാക്കി എല്ലാവരുടെയും മുന്നിൽ ഈ വിഷയം അവതരിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആളുകൾക്ക് സംസാരിക്കാനും അക്ബറിന് തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പോൾ പോലും ബിഗ് ബോസിനോട് നന്ദിയുണ്ട്. നിങ്ങൾ ആ ആദില ശൈത്യയോട് പറഞ്ഞ അത്രയും പോർഷൻസും പുറത്തെത്തിച്ചല്ലോ എന്നുള്ളതിനൊരു വലിയ നന്ദി. അല്ലെങ്കിൽ വീണ്ടും നീതി നിഷേധിക്കപ്പെട്ട ഒരാളായിട്ട് അയാൾ അവിടുന്ന് പുറത്തിറങ്ങേണ്ടി വന്നേനെ. ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടിയുള്ളൂ. എന്തായാലും ആളുകളെല്ലാം സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ PR-ൻ്റെ ഏറ്റവും പുഴുക്കത്തുകൾ നിറഞ്ഞ ആക്രമണങ്ങളൊക്കെ നടക്കുമ്പോഴും അക്ബറിനെ കുറിച്ചുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് പുറത്തെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അയാളെ പൊതിഞ്ഞു പിടിക്കുന്ന സുഹൃത്തുക്കളുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്ക് ഏറ്റവും സേഫായിട്ടുള്ളൊരിടത്തേക്ക് അക്ബർ എത്രയും പെട്ടെന്ന് തിരികെ എത്തട്ടെ. നമ്മൾ പോലും മുമ്പ് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അക്ബർ അവിടെ നിന്ന് എവിക്റ്റ് ആയിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനെന്ന്. അത്രയും മോശമായി അയാളെ ട്രീറ്റ് ചെയ്യുന്ന ഒരിടത്ത് നിന്ന് അയാൾ ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും സമാധാനമുള്ള, ഏറ്റവും സന്തോഷമുള്ള അയാളുടെ കുടുംബത്തിലേക്ക്, സുഹൃത്തുക്കളുടെ ഇടയിലേക്ക് തിരിച്ചു വരട്ടെ. അയാളുടെ സംഗീതം ഏറ്റവും സുന്ദരമായി മുഴങ്ങി കേൾക്കട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അക്ബർ, നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ഇനിയും തിരുത്തപ്പെടാൻ ഒരുപാട് സ്പേസുള്ള, ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ കഴിവുള്ള ഒരു നല്ല മനുഷ്യൻ. താങ്ക് യു.